നമസ്കാരം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. കാട്ടുമുത്തി എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. എല്ലാവരും കാണും കേൾക്കും എന്ന് ഞാൻ കരുതുന്നു. വരൂ, നമുക്ക് കഥ കേൾക്കാം. അമ്പലത്തിലെ മണിയടി കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന പക്ഷികളെയും മൃഗങ്ങളെയും അന്ന് ഉണർത്തിയത് പാണ്ഡൻ്റെ ആ ചിഹ്നം വിളികളായിരുന്നു. പതിവില്ലാത്ത ആ നിലവിളി കേട്ട് കാടും പരിസരവും ഞെട്ടി ഉണർന്നു. അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ. എന്താണ് അവിടെ? എന്തോ ആപത് സൂചനയാണല്ലോ. ദിവസവും മുടങ്ങാതെ അമ്പലത്തിലെത്തുന്ന കുമാരിക്കുരുവിയും രമണിത്തത്തയും കയ്യിൽ കരുതിയിരുന്ന ഞാവൽ പഴങ്ങളുമായി പുറപ്പെട്ടു. അമ്പല പരിസരത്തെത്തിയ അവരും ഞെട്ടിത്തരിച്ചുപോയി. വിവരമറിഞ്ഞ കുമാരിക്കുരുവി ബോധരഹിതയായി. രമണിത്തത്ത കൈ തലയിൽ വച്ചു. പതുക്കെ പതുക്കെ കൂടുതൽ പക്ഷികളും മൃഗങ്ങളും എത്തിച്ചേർന്നു. എല്ലാവരും പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി. ഈ കാട്ടിൽ ഇത്തരം ഒരു സംഭവം ആദ്യമാണ്. അതും ദേവിയുടെ വിഗ്രഹത്തിൽ തൊട്ട് കളിക്കാൻ ധൈര്യമുള്ളവർ ആരാണ് ഈ കാട്ടിൽ? എങ്ങോട്ട് പോയി നമ്മുടെ കാടിൻ്റെ ഐശ്വര്യം? അവിടെ കൂടിയിരുന്ന പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. മോഷ്ടാക്കൾ ഈ കാട്ടിൽ തന്നെ ഉള്ളവരായിരിക്കും. ഏയ് അല്ല, പുഴ കടന്ന് മൈലക്കാട്ടിൽ നിന്ന് വന്നവരായിരിക്കും. മനുഷ്യർ ഉപേക്ഷിച്ചു പോയതല്ലേ, അവർ തിരിച്ചു വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയതായിരിക്കും എന്ന് വേറൊരു കൂട്ടർ. ആനത്തിരുമേനിയുടെ പൂജ പിടിക്കാത്ത കാരണം അവിടുന്ന് ഇറങ്ങിപ്പോയതായിരിക്കും എന്ന ചില അസൂയാലുക്കൾ. അങ്ങനെ പല അഭിപ്രായങ്ങൾ, തിരുത്തലുകൾ, സങ്കടം പറച്ചിലുകൾ. നേരം വളരെ കടന്നുപോയി. വിവരറിഞ്ഞ് കാട്ടു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ പോലീസ് സ്ഥലത്തെത്തി. SI ചെമ്പൻ ചെന്നായി അമ്പലവും പരിസരവും ചുറ്റി നടന്ന് കണ്ടു. പരിശോധന കഴിഞ്ഞപ്പോൾ അവിടെ കൂടി നിന്നവരോടായി ചോദിച്ചു, ആരാ ഈ സംഭവം ആദ്യം കണ്ടത്? ഞാനാണ്, പാണ്ഡൻ തുമ്പി പൊക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്കിവിടെ എന്താ പണി? ഒരടി പിന്നിലേക്ക് മാറി നിന്നാണ് ചെമ്പൻ പോലീസ് ചോദിച്ചത്. വർഷങ്ങളായി ഞാനാണ് ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്യുന്നത്. വേറെ ആരും ഇവിടെ ഇല്ലേ? ഞാനും ഉണ്ടാകും സാറേ. കുരങ്ങച്ചാർ മുന്നോട്ട് വന്നു. കുരങ്ങച്ചാരെ ഒന്ന് അടിമുടി നോക്കി ചുറ്റും നടന്ന് ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. കൂടെ വന്ന ചെന്നായ് പോലീസിൽ ഒരുവനോട് എന്തോ ആംഗ്യം കാണിച്ചു. അവൻ മുന്നോട്ട് വന്ന കുരങ്ങച്ചാരെ മറ്റൊരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. SI ചെമ്പൻ ഒന്നുകൂടെ പരിസരം വീക്ഷിച്ച ശേഷം അവിടെ കൂടിയിരുന്നവരോടായി ചോദിച്ചു, നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? തുറന്നു പറയൂ. ആരും ഉത്തരമൊന്നും പറഞ്ഞില്ല, പരസ്പരം നോക്കിയതല്ലാതെ. എല്ലാവരുടെയും മൗനം കണ്ടപ്പോൾ സ്വല്പം ദേഷ്യത്തോടെ ചെമ്പൻ അലറി, എനിക്കറിയാം ഇതെങ്ങനെയാ തെളിയിക്കേണ്ടതെന്ന്. വിഗ്രഹം കട്ട കള്ളനെയും അതിന് കൂട്ടുനിന്ന നിങ്ങളിൽ ഓരോരുത്തരെയും മൃഗരാജന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. തക്കതായ ശിക്ഷ മേടിച്ചു തരുന്നുമുണ്ട്. എന്നെ നിസ്സാരക്കാരനായി കരുതേണ്ട ആരും. ആഹാ, അറിയാവുന്ന സത്യം വേഗം തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ ഫലം വളരെ മോശമായിരിക്കും. മുള്ളുമുരുക്ക് മരത്തിൽ കിടന്ന് ചോര വാർന്ന് ചാവും. കഴുകനും കാകനും കൊത്തി വലിക്കും. കാണിച്ചു തരാം. കോപം കത്തിജ്വലിക്കുന്ന കണ്ണുകളോടെ ചെമ്പൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ കൂടി നിന്നിരുന്ന മൃഗങ്ങളിൽ പലരും പിൻവലിഞ്ഞു. മരങ്ങളുടെ മറപറ്റി ആരും കാണാതെ സ്ഥലം വിട്ടു. ചെമ്പൻ്റെ മുമ്പിൽ പെട്ടുപോയ ചിലർ മാത്രം രക്ഷപ്പെടുവാൻ ഒരു വഴിയും കാണാതെ കുഴങ്ങി. ചെമ്പൻ്റെ അസിസ്റ്റന്റ് ഇതിനിടയിൽ അടുത്തു വന്ന് SIയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. തല കുലുക്കി കേട്ടുകഴിഞ്ഞ് ചെമ്പൻ പറഞ്ഞു, ശരി, എല്ലാവരും പിരിഞ്ഞു പോകണം. ഈ അമ്പലവും പരിസരവും ഇനി പോലീസ് കസ്റ്റഡിയിലായിരിക്കും. പോയിക്കോ. കൂടി നിന്നവരെല്ലാം പതുക്കെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തിരുമേനിയും കുരങ്ങച്ചാരും ഒന്ന് സ്റ്റേഷൻ വരെ വരണം. മോഷണത്തെക്കുറിച്ച് ഒരു പരാതി തരണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുമുണ്ട്. നടക്ക്. ക്ഷേത്രത്തിൻ്റെ വാതിലടച്ച് 2 ചെന്നായ് പോലീസുകാരെ കാവലേൽപ്പിച്ച് ചെമ്പനും കൂട്ടരും പാണ്ഡനാനയെയും കുരങ്ങച്ചാരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് നടന്നു. കുറേ നേരമായി ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇങ്ങനെ നിൽക്കുന്നു. ദാഹിച്ചിട്ട് വയ്യ. രാവിലെ കുളിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചതാണ്. പൂജയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക പതിവുള്ളൂ. സൂര്യൻ അസ്തമിക്കാറായി. ഇത്രയും നേരം ഒന്നും കഴിക്കാതെ കൈയും കാലും തളരുന്നത് പോലെ. വയ്യ. കുരങ്ങച്ചാരുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു.
രാവിലെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന് ശേഷം മനസ്സിലാകെ ഒരു ഭയം. വിഗ്രഹം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയില്ലേ എന്നാണ് ചോദ്യം. താൻ എങ്ങനെ അറിയാനാണ്? എത്ര കാലമായി അമ്പലത്തിലെ പണി? എന്ത് കിട്ടും? എത്ര വീട്ടിൽ കൊണ്ടുപോകും? എന്നിങ്ങനെ ഒരു ബന്ധവുമില്ലാതെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങളായിരുന്നു. ആന തിരുമേനി എത്ര നാളായി അറിയാം? അങ്ങർക്ക് മുമ്പ് ആരായിരുന്നു? ആളെങ്ങനെ? തട്ടിപ്പുകാരനാണോ? എന്നിങ്ങനെ വേറൊരുത്തൻ്റെ വക. ഹോ, ആകെ വശം കെട്ടു. ഈ പോലീസ് എന്ന് കേൾക്കുന്നത് തന്നെ കുരങ്ങച്ചാർക്ക് പേടിയാണ്. ഈ ചോദ്യം ചെയ്യൽ കൂടി ആയപ്പോൾ ശരീരത്തിൽ നിന്ന് ജീവൻ പോയ പോലെ. നേരെ ഇരുട്ടായി. കുരങ്ങച്ചാരോട് അകത്തേക്ക് വരാൻ ഒരു ചെന്നായി വിളിച്ചു പറഞ്ഞു. മറ്റു 3-4 പേർ പാണ്ഡന്റെ അടുത്തേക്ക് വന്നു. SI ചെമ്പന് ആന തിരുമേനിയെ ഒന്ന് കാണണം. സ്റ്റേഷന്റെ പുറകിലുണ്ട്, അങ്ങോട്ട് പോകാം. അവർ കൂടെ വന്നു. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പുറകുവശത്ത് കൂറ്റാകൂരി ഇരുട്ടാണ്. കണ്ണ് ശരിക്ക് കാണുന്നില്ല. മടിച്ചു നിന്നപ്പോൾ ഒരു ചെന്നായ് ഉറക്കെ പറഞ്ഞു, മുന്നോട്ട് നടക്കൂ, മടിച്ചു നിൽക്കണ്ട, വേഗം. അയാളുടെ സ്വരത്തിലെ പന്തികേട് ശ്രദ്ധിച്ചെങ്കിലും മുന്നോട്ട് നടക്കുകയല്ലാതെ മാർഗമില്ല. മനസ്സിൽ അകാരണമായ ഒരു ഭയം അരിച്ചു കയറുന്നത് പാണ്ഡൻ അറിഞ്ഞു. 2-3 ചുവട് മുന്നോട്ട് നടന്നു. മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തുമ്പിക്കൈ നീട്ടി നോക്കി. ഒന്നുമില്ല, തടസ്സമൊന്നുമില്ല. പക്ഷെ എന്തോ. നടക്കൂ, എന്താ എത്ര താമസം? ആ ശബ്ദം SI ചെമ്പൻ്റെയാണെന്ന് തിരിച്ചറിഞ്ഞു. അയാൾ ഈ ഇരുട്ടത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ മണം പിടിക്കാൻ തുമ്പിക്കൈ നീട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാല് തെറ്റി മറിഞ്ഞു വീണു വലിയ താഴ്ചയിലേക്ക്. അമ്മേ, ഓ ഓ. മുൻകാലുകൾ കുത്തി ഒരു വശം ചെരിഞ്ഞാണ് വീണത്. ശരീരം മുഴുവൻ ഉരഞ്ഞു പൊട്ടിയെന്ന് തോന്നുന്നു. നല്ല നീറ്റലുണ്ട്. തുമ്പിക്കൈ കൊണ്ട് ചുറ്റും പരിശോധിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ല. ഉറക്കെയുള്ള പൊട്ടിച്ചിരികൾ കേൾക്കാം, മുകളിൽ നിന്നെന്ന പോലെ. ഓഹോ, അപ്പോൾ ഒരു വലിയ കുഴിയിലാണ് വീണിരിക്കുന്നത്. ഇതെങ്ങനെ? എന്തിന്? ഇനി പറ പാണ്ഡൻ തിരുമേനി, ആ വിഗ്രഹം താൻ എവിടേക്കാണ് കടത്തിയത്? ആരൊക്കെയാ ഇതിൻ്റെ പിന്നിൽ? തനിക്ക് എത്രയാ കൂലി? എല്ലാം വൃത്തിയായി പറഞ്ഞു തരാതെ ഈ കുഴിയിൽ നിന്ന് കയറാമെന്ന് കരുതേണ്ട. അതിനകത്ത് കിടന്ന് വെള്ളം പോലും കിട്ടാതെ ചാവും. ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. വേഗം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ താനിനി തൻ്റെ കൂട്ടരെ കാണില്ല. ഈ SI ചെമ്പൻ ഇതുപോലെ എത്ര എണ്ണത്തെ കണ്ടതാ? അപ്പോൾ ഇതൊരു ചതിക്കുഴിയാണ്. തന്നെ ഇതിൽ പെടുത്തിയതാണ്. SI ചെമ്പൻ ചതിക്കുകയായിരുന്നു. കുരങ്ങച്ചാരെ എന്തു ചെയ്തു ആവോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എൻ്റെ ഭഗവതി? ഇത്രയും കാലം ഞാനും എൻ്റെ മുൻതലമുറയും മുടങ്ങാതെ പൂജ ചെയ്തതിന് കിട്ടിയ അനുഗ്രഹമാണോ ഇത്? ഞാൻ എൻ്റെ കൊച്ചുകൊമ്പനെ എന്നിനി കാണും? അവൻ്റെ അമ്മ, അയ്യോ പാവം, ഇതറിഞ്ഞ കരഞ്ഞു തളരും. എന്നെ ഒരു ദിവസം കാണാതായാൽ അന്ന് വെള്ളം പോലും കുടിക്കില്ല. ദേവി, നീ തന്നെ തുണ. എൻ്റെ നിരപരാധിത്വം അവിടേക്ക് അറിവുള്ളതാണല്ലോ. പാണ്ഡൻ തുമ്പിക്കൈ ഉയർത്തി ഉറക്കെ ചിഹ്നം വിളിച്ചു. അല്ലാതെ എന്തു ചെയ്യാൻ?